പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ അനുഗ്രഹിക്കപ്പെട്ട വൈകിവേളയിൽ ഒരു പ്രാവശ്യം കൂടെ റോസ് ഫാമിലി ഫേസ്ബുക്കിൻ്റെ ഫേസ്ബുക്കിലൂടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സ്വർഗത്തിലെ ദൈവം തന്ന വലിയ കൃപയ്ക്കായി ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഇപ്രകാരം അതിനെനിക്ക് അവസരത്തെ നൽകി തന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി സിസ്റ്റർ റോസലിൻ സുരേഷിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തൻ്റെ ടീമിനെ, തൻ്റെ കുടുംബങ്ങളെ, എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. എല്ലാ സ്വർഗീയ നന്മകളും അനുഗ്രഹങ്ങളും അവരുടെ മേൽ പകരുമാറാകട്ടെന്ന് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയ ദൈവമക്കളെ, സംഭവബഹുലമായ ഒരു പകൽക്കാലം ദൈവം നമ്മളെ കാത്തു പരിപാലിച്ചു. ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നെല്ലാം ദൈവം നമ്മെ വിടുവിച്ചു. ഇത്രത്തോളം നമ്മെ നടത്തിയ ദൈവത്തിൻ്റെ എല്ലാ വിശ്വസ്തതകളെ ഓർത്ത് എൻ്റെ ദൈവത്തെ നിറഞ്ഞ ഹൃദയത്തോടെ ഞാൻ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. പിന്നെയും ഒരു പ്രാവശ്യം കൂടെ ജീവനുള്ളവരുടെ ദേശത്ത് ജീവനുള്ള ദേഹിയായി ദൈവത്തെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ദൈവവചനം സംസാരിപ്പാനും ഒക്കെ കർത്താവ് നൽകി തന്ന നല്ല സമയത്തിനായ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ലോകത്തിലേക്ക് നമ്മൾ നോക്കിയാൽ പലവിധമായ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും കഷ്ടവും ദുഃഖവും സങ്കടങ്ങളും മരണങ്ങളും അനർത്ഥങ്ങളും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നാം ആയിരിക്കുന്നത്. ഭീതിജനകമായ ഒരു ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ, ഇതൊക്കെ വിളിച്ചറിയിക്കുന്ന കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ വളരെ പ്രത്യാശയോടെ മുന്നേറുവാൻ ദൈവാത്മാവ് നമ്മളെല്ലാം സഹായിക്കട്ടെ. തിരുവചനത്തിലേക്ക് കയറുന്നതിന് മുമ്പ് സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദി അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസിക്ക് റോസലിൻ സുരേഷിന്, കേൾവിക്കാരാകുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ നമ്മുടെ മേൽ ധാരാളമായിട്ട് പകരുവാൻ ഈ നാടുകളിൽ ദൈവസന്നിധിയോടെ ഏറ്റവും അടുപ്പിക്കാൻ ദൈവം സഹായിക്കട്ടെ. ഒരു വാക്ക് ദൈവസന്നിധിയെ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനാകുന്ന ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമായി നല്ല വൈകവേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അങ്ങയുടെ കുഞ്ഞുങ്ങളാണ് ഞങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ തിരുവചനവുമായി ദൈവപാദപീഠത്തിൽ അടുത്തു വരുവാൻ എൻ്റെ അപ്പച്ചൻ തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവെ, ഈ വൈകവേള ദൈവം ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തിൻ്റെ ഏറിയ കൃപ ഞങ്ങളുടെ മേൽ പകരണമേ. ആത്മാവിൻ്റെ നിറവിലായിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കുറവുകളെല്ലാം ദൈവം ക്ഷമിക്കണമേ. കർത്താവിൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരണം പ്രാപിച്ച് ദൈവസന്നിധിയോട് അടുക്കുവാനുള്ള കൃപ തന്ന് കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കണമേ. കൂടിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായ സ്തോത്രം. ഇനി ലൈവിൽ വരുവാനുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കായും ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കണം, കൃപ കൊണ്ട് നിറയ്ക്കണം. വരവിന് വേണ്ടി ഞങ്ങളെ ഒരുക്കണമേ, പ്രത്യാശ കൊണ്ട് നിറയ്ക്കണമേ. കർത്താവ്, ഇന്ന് പകൽക്കാലത്തെ ഈ വചന കേൾവി ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ ദൈവം സഹായിക്കണം. വലിയ വിടുതലുകൾ ദൈവിക നാമത്തിൻ്റെ മഹത്വം ഒക്കെ ഞങ്ങളിലൂടെ വെളിപ്പെടുവാൻ കർത്താവ് ഇവിടെ വരുത്താൻ പോകുന്ന നന്ദിയോടെ സ്തോത്രം. സ്വർഗത്തിലെ അപ്പച്ചൻ പ്രാർത്ഥന കേട്ടിരിക്കാല് സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നന്ദിയും വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് പകൽക്കാലത്ത് അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് ഒരു തിരുവചന ഭാഗം വായിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതിന് ആധാരമായിട്ട് അപ്പോസ്തല പ്രവൃത്തി, ഹല്ലേലൂയ, സ്തോത്രം, അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 19-ാം അധ്യായം അതിൻ്റെ 20-ാമത്തെ വാക്യം വായിക്കുന്ന അപ്പോസ്തല പ്രവൃത്തി 19:20. ഇങ്ങനെ കർത്താവിൻ്റെ വചനം ശക്തിയോടെ പരന്നു ബലപ്പെട്ടു. ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെ കർത്താവിൻ്റെ വചനം ശക്തിയോടെ പരന്നു പ്രബലപ്പെട്ടു. നമ്മൾ തിരുവചനത്തിൽ അല്ലെങ്കിൽ ഈ അപ്പോസ്തല പ്രവൃത്തിയിൽ നോക്കുകയാണെങ്കിൽ പല ഇടങ്ങളിൽ കർത്താവിൻ്റെ വചനം ശക്തിയോടെ പരന്നു പ്രബലപ്പെട്ടു, അല്ലെങ്കിൽ ദൈവവചനം പരന്നു, കർത്താവിൻ്റെ വചനം ആ നാട്ടിലോ എല്ലാം വ്യാപിച്ചു. ആമേൻ. കർത്താവിൻ്റെ വചനം മേൽക്കുമേൽ പ്രബലപ്പെട്ടു എന്നൊക്കെ നമ്മൾ വായിക്കുന്നു. കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ കാണുന്നു അങ്ങനെ കർത്താവിൻ്റെ വചനം സർവ്വലോകത്തിലും എന്ന പോലെ നിങ്ങളുടെ അടുക്കലുമെത്തി. അങ്ങനെ പല ഇടങ്ങളിൽ നമ്മൾ കാണുമ്പോൾ ദൈവവചനം
പല സ്ഥലങ്ങളിലാ, പല ദേശങ്ങളിലാ, പല വ്യക്തികളിലാ, പല കുടുംബങ്ങളിലാ, ജയിലറകളിലാ, സിംഹത്തിൻ്റെ കുഴിയിലാ, ആമേൻ സ്തോത്രം, അങ്ങനെ ബന്ധിതരായി കഴിയുന്നവരുടെ അടുക്കലോ, അങ്ങനെ പല ഇടങ്ങളില് ദൈവത്തിൻ്റെ വചനം കടന്നു എന്നതായിട്ടും ആ വചനം കടന്നു എന്ന എല്ലാ സ്ഥലങ്ങളിലും ആമേൻ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു സംഭവമാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അതിലേക്ക് വരുന്നതിന് മുമ്പ് അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 6:7 ഇപ്രകാരം കാണുന്നു. അപ്പോസ്തല പ്രവൃത്തി 6-ാം അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. ഒരു മിനിറ്റ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോസ്തലന്മാരുടെ മുമ്പാകെ നിർത്തി അവർ പ്രാർത്ഥിച്ച് അവരുടെ മേൽ കൈവച്ചു. അതിൻ്റെ 7-ാമത്തെ വാക്യം വായിക്കുന്നു. ദൈവവചനം പരന്നു, യെരൂശലേമിൽ ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി, പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീർന്നു. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ സഭയുടെ വളർച്ചയെ പറ്റിയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ, 6-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ സഭയിലുണ്ടായ ഒരു ഭിന്നതയെ പറ്റിയാണ് വായിക്കുന്നത്. ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ തങ്ങളുടെ വിധവമാരെ ദിനം പ്രതിയുള്ള ശുശ്രൂഷയിൽ ഉപേക്ഷയായി വിചാരിച്ചുവെന്ന് യവന ഭാഷക്കാർ എബ്രായ ഭാഷക്കാരുടെ നേരെ പിറുപിറുത്തു. ആ രണ്ട് കൂട്ടർ, എബ്രായ ഭാഷക്കാരും യവന ഭാഷക്കാരും തമ്മിലുള്ള ഒരു ചെറിയ വാഗ്വാദം അല്ലെങ്കിൽ ഒരു പിറുപിറുപ്പാണ് അവിടെ കാണുവാനിടയാകുന്നത്. അതിൻ്റെ ഫലമായിട്ട് ശിഷ്യന്മാരുടെ കൂട്ടത്തെയൊക്കെ ഈ അപ്പോസ്തലന്മാർ 12 പേര് വിളിച്ചു വരുത്തുവാനിടയായി. എന്നിട്ട് അവർ ചിലരെയൊക്കെ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി വിശദമായിട്ട് പറയാൻ നമ്മുടെ മുമ്പിൽ സമയം കുറവാണല്ലോ. അതുകൊണ്ടാണ് 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നു. കുറച്ചു പേരെ തിരഞ്ഞെടുത്ത്, ആത്മാവും ജ്ഞാനവുമുള്ള 7 പുരുഷന്മാരെ തിരഞ്ഞെടുത്ത് മേശമേൽ ശുശ്രൂഷിക്കുവാൻ, അതായത് ചുരുക്കത്തിൽ പറഞ്ഞ കിച്ചൻ്റെ പണികളൊക്കെ ചെയ്യുവാനായിട്ടൊക്കെ അവരെ ഏൽപ്പിച്ചു കൊടുക്കുവാനിടയായി. എന്നിട്ട് പിന്നെ പത്രോസും ഒക്കെ പറയുന്നത്, ഞങ്ങൾ എന്ത് ചെയ്യാം, പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ഉറ്റിരിക്കും. ഈ വേല ഞങ്ങളോ പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ഉറ്റിരിക്കും. അപ്പം അപ്പോസ്തലന്മാരുടെ കൂട്ടത്തിൽ ഉള്ളവർ പറയുകയാണ്, ഞങ്ങൾ വചനധ്യാനത്തിലും പ്രാർത്ഥനയിലുമൊക്കെ ഉറ്റിരിക്കാം. നിങ്ങളുടെ ഇടയിൽ ഒരു ഭിന്നത ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ചിലരെ തിരഞ്ഞെടുത്ത് അവരെ മേശമേൽ അവർ ശുശ്രൂഷിക്കട്ടെ. അങ്ങനെ പറഞ്ഞാക്കി അപ്പോസ്തലന്മാരുടെ മുമ്പാകെ അവരെ കൊണ്ടുവന്ന് നിർത്തി. 7 പേരെ അവിടെ തിരഞ്ഞെടുത്തത് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അവർ എങ്ങനെയുള്ളവരാണ്? ആത്മാവും ജ്ഞാനമുള്ളവർ. അപ്പോൾ കർത്താവിന് വേണ്ടി ചെയ്യുന്ന ഏത് പ്രവൃത്തിയും ദൈവത്തിൻ്റെ ഒരു ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. അത് നിസ്സാരമെന്ന് കാണുവാൻ ആർക്കും ഇടവരരുത്. അവിടെ പറയുന്നത് അവർ ആത്മാവും ജ്ഞാനവും ഉള്ളവരായിരുന്നു. അവരെ മേശമേൽ ശുശ്രൂഷിപ്പാനായിട്ട് അന്ന് ഈ സകലതും പൊതുവക എന്നെണ്ണി അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവെക്കുന്ന ഒരു കാലമായിരുന്നല്ലോ പ്രിയ ദൈവമക്കളെ. അതുകൊണ്ട് അവരവർക്ക് വേണ്ടുന്നത് വിഭാഗിച്ചു കൊടുക്കുകയാണ്. അപ്പം അല്ലെങ്കിൽ കിച്ചണെല്ലാം പൊതുവായിട്ടാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായത്. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, അപ്പോസ്തലന്മാരുടെ മുമ്പിൽ ഇവരെ കൊണ്ടുവന്ന് നിർത്തിയപ്പോൾ അവരവരുടെ മേൽ കൈവച്ചു. സ്തോത്രം. കൈവച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. സ്തോത്രം. കൈവച്ച് പ്രാർത്ഥിച്ചെന്ന് ചുരുക്കം. ദൈവവചനം പരക്കുവാനിടയായി. സ്തോത്രം. അവരുടെ ഇടയിൽ അപ്പോൾ ആ ഭിന്നതയൊക്കെ മാറി. പിന്നെന്താ ഉണ്ടാകുന്നത്? ദൈവത്തിൻ്റെ വചനം പരക്കുവാനിടയായി. എപ്പോഴാണ് പരക്കുവാനിടയായത്? അപ്പോസ്തലന്മാർ പറയാണ്, ഞങ്ങൾ വചനധ്യാനത്തിലും പ്രാർത്ഥനയിലും ഉറ്റിരിക്കാം, നിങ്ങൾ മേശമേൽ ശുശ്രൂഷിക്കണം. അപ്പോൾ ഒരു കൂട്ടം ജനം ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ, കരയുവാൻ, ഹല്ലേലൂയ, വേർപെട്ടിരിപ്പാൻ, ഉറ്റിരിപ്പാൻ, വേറൊരു ചിന്തകളുമില്ലാതെ ദൈവവചനത്തെ ധ്യാനിച്ചുകൊണ്ട് ആമേൻ ആയിരിക്കുമ്പോൾ ദൈവവചനം പരക്കുവാനിടയെ. ദൈവവചനം വെറുതെ പരക്കത്തില്ലല്ലോ. ഹല്ലേലൂയ. ദൈവവചനം ഞങ്ങൾ ഉറ്റിരിക്കാമെന്ന് പറയുമ്പോൾ ഒരു പ്രാർത്ഥിച്ചും അല്ലെങ്കിൽ ആരാധിച്ചും ഉപവസിച്ചും വചനം ധ്യാനിച്ചും കൊണ്ട് വീട്ടിലിരിക്കുക എന്നുള്ളതല്ല. അവർ പുറത്തിറങ്ങി കർത്താവിനെ സാക്ഷിപ്പാൻ തുടങ്ങി. അതാണ് നമ്മളെ അവിടെ വിളിച്ചറിയിക്കുന്നത്. അവർ കർത്താവിനെ സാക്ഷിപ്പാൻ, കർത്താവിൻ്റെ വചനം പറയുവാൻ തുടങ്ങിയതുകൊണ്ട് ആമേൻ യെരൂശലേമിൽ
ശിഷ്യന്മാരുടെ എണ്ണം ഏറ്റവും പെരുകി. അതുകൂടാതെ പുരോഹിതന്മാരിലും വലിയൊരു കൂട്ടം വിശ്വാസത്തിന് അധീനരായി തീരുവാനിടയായി. ആമേൻ, സ്തോത്രം. ദൈവവചനം ആ ദേശത്തിലൊക്കെ വ്യാപിച്ചു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ ദിവസങ്ങളിൽ നമുക്ക് സുവിശേഷത്തിന് എതിരായിട്ട് അനവധി കാര്യങ്ങൾ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഹല്ലേലൂയ, ഈ സുവിശേഷത്തെ പിടിച്ചു നിർത്തുവാൻ, ഇതിന് അന്തം വരുത്തുവാൻ ഒരു വ്യക്തികൾക്കും കഴിയുകയില്ല. കാരണം ആമേൻ, കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കത്തില്ല. അതുകൊണ്ട് ഓരോ ദിവസവും രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് സഭയോട് ചേർത്ത് കൊണ്ടിരിക്കുന്നു എന്നുള്ള വചനപ്രകാരം ആമേൻ, ഹല്ലേലൂയ, ഭൂമിയുടെ വിവിധ കോണുകളിലാ ആമേൻ, ദേശമായി ആമേൻ, രാഷ്ട്രമായി ഒരു നിമിഷം ഇടപെടാതെ ഈ കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് സഭയോട് ചേർത്ത് കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് വായിച്ചത് അവർ പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ഉറ്റിരുന്നു. ഹല്ലേലൂയ. ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ദേശത്തോട് സുവിശേഷം അറിയിച്ചപ്പോൾ ദൈവത്തിൻ്റെ വചനം പരക്കുവാനിടയായി. ഹല്ലേലൂയ. അടുത്തതായിട്ട് നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം അതിൻ്റെ 49-ാമത്തെ വാക്യം വരുമ്പോൾ, അപ്പോസ്തലപ്രവൃത്തി 13:49. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ നമ്മൾ വായിക്കുന്നു, കർത്താവിൻ്റെ വചനം ആ നാട്ടിലെങ്ങും വ്യാപിച്ചു. എങ്ങനെയാണ്? അതിൻ്റെ മുകളിലത്തെ വാക്യം ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ചു, ദൈവവചനത്തെ മഹത്വപ്പെടുത്തി, നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ആമേൻ, നമ്മൾ എത്ര പ്രസംഗിച്ചാലും നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ദൈവം നിയമിക്കപ്പെട്ടവരുണ്ട്. ഹല്ലേലൂയ. ചിലർ നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും എത്ര ഉപവസിച്ചാലും എത്ര സുവിശേഷം പറഞ്ഞാലും ചിലർ മാനസാന്തരത്തിലേക്ക് വരത്തില്ല. കാരണമെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ നിയോഗം അവരിലില്ല. അതുകൊണ്ടാണ്. എന്നാൽ ഇവിടെ പറയുന്നത് നിയമിക്കപ്പെട്ടവർ. ഹല്ലേലൂയ, സ്തോത്രം. എന്തിനു വേണ്ടി നിയമിക്കപ്പെട്ടവരാണ്? നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ എല്ലാവരും വിശ്വസിച്ചു. ആമേൻ, സ്തോത്രം. അങ്ങനെ കർത്താവിൻ്റെ വചനം ആ നാട്ടിലെങ്ങും വ്യാപിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ അവർ അതിൻ്റെ അവസാന വാക്യം വായിക്കുന്നു, ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി തീർന്നു. ഹല്ലേലൂയ, സ്തോത്രം. അവർ സന്തോഷവും പരിശുദ്ധാത്മാവ് ഉള്ളവരായി ശിഷ്യന്മാർ തീർന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ, അവരൊരു കംഫോർട്ട് സോണിൽ ഇരിക്കുമ്പോഴല്ല. പ്രിയ ദൈവമക്കളെ, അവിടെ വായിക്കുന്നത് ആ നാട്ടിലെങ്ങും ദൈവത്തിൻ്റെ വചനം വ്യാപിച്ചു. നിത്യജീവന് വേണ്ടി നിയമിക്കപ്പെട്ടവർ ദൈവവചനം കേട്ടു, കർത്താവിൻ്റെ അടുക്കലേക്ക് കടന്നു വന്നു. അപ്പോൾ അവിടെ ഉണ്ടായത് യഹൂദന്മാരോ ഭക്തിയുള്ള മാന്യ സ്ത്രീകളെയും പട്ടണത്തിലെ പ്രധാനികളെയും ഇളക്കി പൗലോസിൻ്റെയും ബർന്നബാസിൻ്റെയും നേരെ ഉപദ്രവമുണ്ടാക്കി അവരെ തങ്ങളുടെ അതിരുകളിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. നോക്കണേ, വലിയൊരു അത്ഭുതം, വലിയൊരു വിടുതൽ. ദൈവവചനം പറയുന്നത് പോലെ അന്ധകാരത്തിൽ ഇരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടെന്ന് തിരുവചനം നമ്മൾ വായിക്കുന്നത് പോലെ പറയുന്നത് പോലെ ആമേൻ, ആ ദേശത്ത് തിരുവചനം വ്യാപിച്ചപ്പോൾ അന്ധകാരത്തിൻ്റെ ശക്തികൾ മാറിപ്പോയി. അനേക കുടുംബങ്ങൾ രക്ഷയിലേക്ക് വന്നപ്പോൾ അവിടെ നടന്നതെന്തെന്ന് വെച്ചാൽ, ഹല്ലേലൂയ, യഹൂദന്മാര് ഭക്തിയുള്ള സ്ത്രീകളെ, മാന്യ സ്ത്രീകളെ, അല്ലെ പട്ടണത്തിലെ പ്രധാനികളെ ഒക്കെ ഇളക്കി. എന്താണ് ഇളക്കിയത്? പൗലോസിന് വിരോധമായി, ബർന്നബാസിന് വിരോധമായി അവരെ ഇളക്കി. അങ്ങനെ ആ ദേശത്ത് വലിയൊരു ഉപദ്രവം ഉണ്ടാക്കിയിട്ട് അവരെ ആ തങ്ങളുടെ അതിരുകളിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ അവർ തങ്ങളുടെ കാലിലെ പൊടി അവരുടെ നേരെ തട്ടിക്കളഞ്ഞ് ഇക്കോന്യയിലേക്ക് പോയി. കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരു പട്ടണത്തിലോ ഒരു ഭവനത്തിലോ നിങ്ങൾ ചെല്ലുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിച്ചില്ല എങ്കിൽ നിങ്ങളുടെ കാലിലെ പൊടി, ഹല്ലേലൂയ, അവിടെ തട്ടിക്കളഞ്ഞിട്ട് പോരുവാൻ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് പൗലോസും ബർന്നബാസും അത് കാര്യമാക്കാതെ അവരുടെ കാലിലെ പൊടി, ആമേൻ, അവരുടെ ഉപദ്രവങ്ങളെ, അവരുടെ പീഡകളെ, അവരുടെ നിന്ദകളെ വകവെക്കാതെ ആമേൻ, അവരുടെ കാലിലെ പൊടി അവിടെ തട്ടിക്കളഞ്ഞിട്ട് ആമേൻ, അവർ മറുദേശത്തേക്ക് പോകുവാനിടയായി. എന്നാൽ ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി തീർന്നു. പീഡയുടെ മധ്യത്തില
പ്രതികൂലങ്ങളുടെ മധ്യത്തില്, ഹല്ലേലൂയ, ഉപദ്രവങ്ങളുടെ മധ്യത്തില്, നിന്ദകളുടെയും പരിഹാസങ്ങളുടെയും മധ്യത്തില് ഒരു കൂട്ടം ജനം മുമ്പിൽ നിന്ന് വിരൽ ചൂണ്ടുമ്പോൾ, ഹല്ലേലൂയ, നിന്നോട് ആരാണ് ഇത് പറഞ്ഞത് പറയുവാൻ, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പ്രശ്നമുണ്ടാക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നവരുടെ മുമ്പിൽ, ഹല്ലേലൂയ, അവർ പരിഭ്രാന്തരായി ഓടിപ്പോയ നല്ല തിരുവചനം പറയുന്നത് പിന്നെയോ, ഹല്ലേലൂയ, അവര് സന്തോഷമുള്ളവരായി, അവര് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി തീരുവാനിടയായി. കാരണം കർത്താവ് പറഞ്ഞ്, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും അനുഭവിക്കുന്ന നിങ്ങൾക്കോ ഒരു സന്തോഷവുമുള്ള ഒരു ദിനം നിങ്ങളുടെ മുമ്പിലുണ്ടെന്ന് കർത്താവ് പറഞ്ഞ ആ വചനം അവർ ഓർത്തിട്ടാണ്, ഹല്ലേലൂയ, അവര് സന്തോഷമുള്ളവരായി, അവര് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി പോകുവാനിടയായി. ഈ നാളുകളിൽ ആമേ, ഞാൻ ഓർപ്പിച്ചതുപോലെ പ്രശ്നങ്ങൾ ഏറി വരുമ്പോൾ, പ്രതികൂലങ്ങൾ ഏറി വരുമ്പോൾ നമ്മൾ സാധാരണ പറയുന്നത് പോലെ അല്ല, നാം കർത്താവിന്റെ വരവിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് പ്രിയമുള്ള ദൈവമക്കളെ. ലോകത്തിലെ സംഭവങ്ങളെല്ലാം അത് വിളിച്ചറിയിക്കൊണ്ടിരിക്കുകയാണ്. എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിന് വേണ്ടി ലോകരാഷ്ട്രങ്ങൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആമൻ, ഇപ്പോൾ തന്നെ അധർമ്മമൂർത്തി വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അവന്റെ ശക്തികൾ ഈ ലോകത്തിൽ വ്യാപരിക്കുന്നെങ്കിൽ അവൻ ആളത്വമായിട്ട് പ്രത്യക്ഷപ്പെട്ടില്ല. കാരണം ദൈവസഭ ഇവിടെ ഉള്ളത് കൊണ്ടാണ്, പരിശുദ്ധാത്മാവ് ഈ ഭൂമിയിൽ ഉള്ളത് കൊണ്ടാണ്. ആമേൻ. എന്നാൽ അവന്റെ പീഡകളുണ്ട്, ഹല്ലേലൂയ, ദൈവജനത്തിനെതിരായിട്ട്. അതുകൊണ്ടാണ് ഓരോരോ സ്ഥലങ്ങളിൽ നമ്മൾ നോക്കുമ്പോൾ, ആമേ, ദൈവവചനത്തെ പ്രസംഗിക്കുന്നവരെ, ദൈവമക്കളെ കൊല്ലുന്നു, ആമേൻ, ഉപദ്രവിക്കുന്നു, പീഡകൾ ഉണ്ടാക്കുന്നു, ദൈവാലയങ്ങൾ ചുറ്റുകരിക്കുന്നു, ജനങ്ങളെ അപവാദം പറയുന്നു, വലിച്ചിഴയ്ക്കുന്നു, കൊല്ലുന്നു. ഏതെല്ലാം നമ്മൾ അറിയാതെ തന്നെ എത്രയോ അനിഷ്ട സംഭവങ്ങളാണ് ഈ ലോകത്തിൽ ദൈവജനത്തിനെതിരായി നടക്കുന്നത്. എന്നാൽ ഹല്ലേലൂയ, ഓരോ ദിവസവും ഇതുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവജനം പതറിപ്പോകുകയല്ല, മേൽക്കുമേൽ അവർ ശക്തിപ്പെടുകയാണ്. അതുകൊണ്ട് നാളെ എന്താണ് നമ്മുടെ മുമ്പിൽ വരാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. ഹല്ലേലൂയ, എന്ത് തന്നെ വന്നാലും ഈ ശിഷ്യന്മാരുടെ കൂട്ട് സന്തോഷമുള്ളവരായി, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി, ഓരോ ദിവസവും ആയിരിക്കാൻ ഈ സന്ധ്യവേളയിൽ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ് പ്രിയമുള്ള ദൈവമക്കളെ. ഹല്ലേലൂയ, സ്തോത്രം. 12-ാം അധ്യായം 24-ാമത്തെ വാക്യം അപ്പോസ്തല പ്രവൃത്തിയിൽ വായിക്കുന്നു. എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. ഹല്ലേലൂയ, ദൈവവചനത്തിന്റെ ഒരു വ്യാപനത്തെ കുറിച്ചാണ് ഞാൻ ഓർപ്പിക്കുന്നത്. എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. കാരണം എന്താണ്? ഹല്ലേലൂയ, സ്തോത്രം. നമുക്കറിയാമല്ലോ, ഹെരോദാവിന് പത്രോസിന്റെ ഒക്കെ സംഭവമാണ്. പത്രോസിനെയൊക്കെ കാരാഗ്രഹത്തിലിട്ട് പത്രോസിനെ, യാക്കോബിനെ കൊന്നത് പ്രസാദമായി. 12-ാം അധ്യായം അതാണ് പഠിപ്പിക്കുന്നത്. പിന്നീട് പത്രോസിനെ പിടിച്ച് കാരാഗ്രഹത്തിനകത്താക്കി. എന്നാൽ രാത്രിയില്ല, ഹല്ലേലൂയ, കർത്താവിന്റെ ദൂതൻ പത്രോസിനെ വിടുവിച്ച് പട്ടണത്തിന് പുറത്തു കൊണ്ടുവരുന്ന സംഭവമൊക്കെ നമുക്കറിയാമല്ലോ. ഹല്ലേലൂയ, അങ്ങനെ ഹല്ലേലൂയ, സ്തോത്രം. ആ വിഷയമൊക്കെ അറിഞ്ഞ് ആ ദേശത്തിനെല്ലാം പരിഭ്രമം ഉണ്ടായെന്നാണ് നമ്മൾ വായിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഹെരോദാവ്, അതിന്റെ 19-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. ഹെരോദാവ് അവനെ അന്വേഷിച്ചിട്ട് കാണായികയാൽ കാവൽക്കാരെ വിസ്തരിച്ച് അവരെ കൊല്ലുവാൻ കൽപ്പിച്ചു. പിന്നെ അവർ യഹൂദ്യ വിട്ട് കൈസരിലേക്ക് പോയി അവിടെ പാർത്തു. ഹല്ലേലൂയ, സ്തോത്രം. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഹല്ലേലൂയ ഈ ഹെരോദാവിനെ പറ്റി, ഹെരോദാവിൽ നിന്ന് നന്മ പ്രാപിച്ച ബ്ലസ്തോസ് എന്ന് പറയുന്ന ഒരുത്തനെ വശത്താക്കി അവരുമായിട്ട് സന്ധിക്കൊക്കെ അപേക്ഷിക്കുന്ന ഒരു സമയമാണ്. അതിനുവേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന സമയത്ത് ഹെരോദാവ് രാജവസ്ത്രമൊക്കെ ധരിച്ചു ഭദ്രാസനത്തിൽ ഇരുന്ന് അവരോട് പ്രസംഗം കഴിച്ചു. ഇത് മനുഷ്യന്റെ ശബ്ദമല്ല, ഒരു ദേവന്റെ ശബ്ദമത്രേ എന്ന് ജനം ആർത്തു. ഹല്ലേലൂയ, സ്തോത്രം. തലേ ദിവസം പത്രോസിനെ കൊല്ലുവാനായിട്ട് കാരാഗ്രഹത്തിനകത്ത് ഇട്ടതാണ്. ദൈവം അവനെ വിടുവിച്ചതാണ്. ഹല്ലേലൂയ. യാക്കോബിനെ അവർ കൊന്നുകളഞ്ഞു. അത് ജനത്തിന് പ്രസാദമായതുകൊണ്ടാണ് പത്രോസിനെ അപ്രകാരം ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്നാൽ എൻ്റെ ദൈവം എന്നും അടങ്ങിയിരിക്കുന്ന ദൈവമല്ല. ഹല്ലേലൂയ. മാനസാന്തരപ്പെടുവാനുള്ള അവസരം ഹെരോദാവിന് ഒരു പക്ഷേ കൊടുത്തതാകാം. എന്നാൽ ഹല്ലേലൂയ, ഹെരോദാവ് മാനസാന്തരപ്പെട്ടില്ല. അതുമാത്രവുമല്ല, ഹെരോദാവ് ജനത്തോട് പ്രസംഗിച്ച്, എന്താണ് പ്രസംഗിച്ചതെന്ന് അവിടെ എഴുതിയിട്ടില്ല എങ്കിലും ഒരു പക്ഷേ പ്രസംഗിച്ച് കാണും, യാക്കോബിനെ നമുക്ക് കൊല്ലുവാനിടയായി. പത്രോസ് ഇന്നലെ വിടുവിക്കപ്പെട്ടു പോയി.
ഞാൻ എൻ്റെ ഭാഷയിൽ പറയുകയാണ്, ഇനി നമുക്ക് അവസരമുണ്ടെന്നൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ പറഞ്ഞത്. അല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, സോര്യരുടെ സീദോന്യരുടെ നേരെ ക്രുദ്ധിച്ചിരിക്കുമ്പോൾ ആമേൻ സ്തോത്രം, അവരുടെ ദേശത്തിന് ആഹാരം കിട്ടി വരികയാൽ അവർ ഏക മനസ്സോടെ അവന്റെ അടുക്കൽ ചെന്നു. ആമേൻ സ്തോത്രം, രാജാവിൽ നിന്ന് ആമേൻ അവർക്ക് ആഹാരം കിട്ടി വന്നത് കൊണ്ട് രാജാവുമായിട്ടൊരു സന്ധിക്ക് വേണ്ടി വന്നതാണ്. അതുകൊണ്ട് അവർ മുഖസ്തുതി പറഞ്ഞു. നിന്റെ ശബ്ദം ഒരു ദേവന്റെ ശബ്ദം. ഹല്ലേലൂയ, ഇതൊരു മനുഷ്യന്റെ ശബ്ദമല്ല. ഹല്ലേലൂയ, നമ്മളെ ചിലർ പൊക്കിയൊക്കെ പറയത്തില്ലോ, മനുഷ്യർ പൊക്കുമ്പോൾ ഓർക്കണം താഴെ ഇടാൻ വേണ്ടിയാണെന്ന്. നമ്മുടെ കർത്താവിനെ ഹല്ലേലൂയ ആമേൻ ഹോശന്ന ഹോശന്ന എല്ലാവരും പ്രസംഗം പറയുന്നതാണല്ലോ. എന്നാൽ ഹോശന്ന ഹോശന്ന എന്നൊക്കെ പറഞ്ഞവരാണ് പിറ്റേ ആഴ്ച ക്രൂശിക്ക ക്രൂശിക്ക എന്ന് പറഞ്ഞത്. നമ്മുടെ കർത്താവിനോട് അങ്ങനെ ചെയ്തുവെങ്കിൽ ബലഹീനരാകുന്ന നമ്മോട് എത്രത്തോളം ചെയ്യും പ്രിയമുള്ള ദൈവമക്കളെ. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നത് ഹല്ലേലൂയ ജനം ആർത്തു. കാരണം അവർക്ക് ഭക്ഷണം വേണം. അതിന് രാജാവുമായിട്ട് അവർക്ക് സന്ധി കൂടിയെങ്കിലേ പറ്റത്തുള്ളൂ. അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടി വന്ന് നിന്നുകൊണ്ട് പറയുകയാണ്, ഇതൊരു ദേവന്റെ ശബ്ദമാണ്, ഇതൊരു മനുഷ്യന്റെ ശബ്ദമല്ല. അത് കേട്ട ആമേൻ ഹേരോദാവ് അങ്ങ് നിഗളിച്ച്, അല്ലെങ്കിൽ എൻ്റെ ശബ്ദം കേട്ട് ജനം ആമേൻ ആശ്ചര്യം കൂറുകയാണ്, അവര് സന്തോഷിക്കുകയാണ്, എന്നെ ഒരു ദേവനെ പോലാണ് അവർ കാണുന്നത് എന്നൊക്കെ പറഞ്ഞ് അവന്റെ ഹൃദയം നിഗളിച്ചു. ഹല്ലേലൂയ. എന്നാൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അവൻ ദൈവത്തിന് മഹത്വം കൊടുക്കായാൽ കർത്താവിന്റെ ദൂതൻ ഉടനെ അവനെ അടിച്ചു. അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഹേരോദാവ് കർത്താവിന് മഹത്വം കൊടുക്കായാൽ ഒരു ദേവന്റെ ശബ്ദമാണെന്ന് പറഞ്ഞ് ജനം ആർത്തപ്പോൾ ഹല്ലേലൂയ ജനത്തോട് പറയാമായിരുന്നു, ഇത് ദൈവത്തിന്റെ കൃപയാണ്, എൻ്റെ കഴിവല്ല, എൻ്റെ പ്രാപ്തിയല്ല, എൻ്റെ ദൈവം തന്ന കൃപയാണ്. നിങ്ങളെ ഭരിക്കുവാനുള്ള ജ്ഞാനം എല്ലാം എൻ്റെ ദൈവം തന്നതാണെന്ന് പറഞ്ഞ് ദൈവത്തിന് അവൻ മഹത്വം കൊടുക്കേണ്ടതിന് പകരം സ്വന്തം മഹത്വം അവൻ ആഗ്രഹിച്ചു. ഹല്ലേലൂയ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുന്നു, ഉടനെ കർത്താവിന്റെ ദൂതൻ അവനെ അടിച്ചു, അവൻ കൃമിക്കിരയായി പ്രാണനെ വിട്ടു. ആമേ, സാധാരണ മരിച്ചു കഴിഞ്ഞിട്ടാണ് കൃമിയാകുന്നത്. എന്നാൽ ഇവിടെ തന്നെത്താൻ ഉയർത്തിയ അല്ലെങ്കിൽ നിഗളിച്ച ജനത്തിന്റെ ആരവത്തിങ്കൽ സന്തോഷിച്ച ആമേ ഹേരോദാവിന് പറ്റിയതെന്തെന്ന് ചോദിച്ചാൽ അവൻ കൃമിയായി പ്രാണനെ വിട്ടു എന്ന് പറയാൽ അലേലി അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവന്റെ ശരീരത്തിനകത്ത് പെട്ടെന്ന് കർത്താവിന്റെ ദൂതൻ അവനെ അടിച്ചെന്നാണ് പറയുന്നത്. നിൽക്കുന്ന നിൽപ്പ് രാജവസ്ത്രമൊക്കെ ധരിച്ച് രാജകീയ പ്രൗഢിയില ആമേൻ ഹല്ലേലൂയ സിംഹാസനസ്ഥനായിരുന്ന രാജാവ് ആമേൻ ഒറ്റ നിമിഷം കൊണ്ട് ആ ചെയറിൽ തന്നെ കൃമിയായി മാറ്റപ്പെടുവാനിടയായി. പ്രിയമുള്ള ദൈവമക്കളെ, അതുകൊണ്ട് നാം ആരും ആമേൻ നമ്മുടെ സ്വന്തം മാനം ആഗ്രഹിക്കുന്നവരായി തീരരുത്. ഹല്ലേലൂയ. ദൈവം തന്നതാണ്, നീ തന്നതല്ലാതെ ഒന്നുമില്ല കർത്താവേ. അനുദിനം നമുക്ക് പറയുവാൻ ഇടവരണം. എവിടെയെങ്കിലും ഒരു പുകഴ്ചയുണ്ടായാൽ, എവിടെയെങ്കിലും ഒരു മാനമുണ്ടായാൽ, ഒരു നന്മയുണ്ടായാൽ, ഒരു ഉയർച്ചയുണ്ടായാൽ, കർത്താവേ നീ തന്നതാണ്, നീ തന്നതല്ലാതെ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ വീണ് കിടന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ഒരു ഒരു മനസ്സ് എല്ലാ കാലത്തും ദൈവജനത്തിനുണ്ടാകണം. ഇല്ലാത്ത പക്ഷം ഹല്ലേലൂയ ഹേരോദാവിനെ പോലെ നാം പതനത്തിലേക്ക് ആയിപ്പോകും. പ്രിയമുള്ള ദൈവമക്കളെ, അതുകൊണ്ട് ആമേൻ സ്തോത്രം. ഹേരോദാവ് മരിച്ചു. ഹല്ലേലൂയ. അവൻ പ്രാണനെ വിട്ടു. 12-ാം അധ്യായം ആദ്യ ഭാഗത്ത് വായിക്കുമ്പോൾ ആമേൻ സ്തോത്രം അവിടെ പറയുന്ന, ആ കാലത്ത് ഹേരോദാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാളുകൊണ്ട് കൊന്നു. അത് യഹൂദന്മാർക്ക് പ്രസാദമായി. ദൈവജനത്തിനെ കൊന്നു മുടിക്കുന്നത് മറ്റുള്ളവർക്ക് പ്രസാദമായി തീരുവാൻ, അല്ലെങ്കിൽ നിന്റെ ഭരണം കൊള്ളാമെന്ന് പറയാ, നീ നല്ല രാജാവാണെന്ന് പറയുവാൻ. ഹല്ലേലൂയ. തന്നെത്താനുള്ള മാനം കാംക്ഷിച്ചുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം സഭയിൽ ചിലരെ പീഡിപ്പിക്കുവാനായിട്ട് കൈനീട്ടി. ഈ കാലഘട്ടത്തിലും മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരെ ആഗ്രഹിച്ച്, മറ്റുള്ളവരുടെ നന്മ അല്ലെങ്കിൽ ഹല്ലേലൂയ മറ്റുള്ളവരിൽ നിന്നുള്ള മാനം ആഗ്രഹിച്ചുകൊണ്ടാണ് പലരും ദൈവജനത്തിനെതിരായിട്ട് പോരാടുന്നത്. ഓ ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. കർത്താവ് പറഞ്ഞതുപോലെ അവർ ചെയ്യുന്നത് ഇന്നതെന്ന് അവരറിയുന്നില്ല.
പറയുന്നില്ല. ഹല്ലേലൂയ. ദൈവജനത്തിനെതിരായി, ദൈവമക്കൾക്കെതിരായി കൈ ഉയർത്തുന്നവർ ഒരിക്കലും ഒരിടത്തും അനുഗ്രഹിക്കപ്പെട്ടിട്ടില്ല ദൈവജനമേ. അതുകൊണ്ട് ഹല്ലേലൂയ, അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഈ നാളുകളിൽ ആമേൻ ആമേൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിപ്പാൻ ദൈവം നമുക്ക് സഹായിക്കുമാറാകട്ടെ. എന്നാൽ ഹല്ലേലൂയ 12-ാമത്തെ അധ്യായം ആരംഭ ഭാഗത്ത് ഹെരോദാവ് സന്തോഷത്തോടായിരുന്നുവെങ്കിൽ ആമേൻ അവസാന ഭാഗത്ത് വന്നപ്പോൾ ആ ഒരൊറ്റ ചാപ്റ്ററിൽ തന്നെ അവന്റെ അന്തമായിരുന്നു. ഹല്ലേലൂയ. എന്നാൽ അവിടെയൊന്നും ദൈവസഭ, ദൈവവചനം നിന്നു പോയില്ല. ആമേൻ സ്തോത്രം. അവിടെ പറയുന്നത് 24-ാം വാക്യം പറയുന്നു, എന്നാൽ ദൈവവചനം മേൽക്കുമേൽ പരന്നുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ബർന്നബാസ് ശൗലും ശുശ്രൂഷ നിവർത്തിച്ച ശേഷം മർക്കോസ് എന്ന മറുപേരുള്ള യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് യെരുശലേം വിട്ടു മടങ്ങിപ്പോന്നു. ആമേൻ ഹല്ലേലൂയ. അവർ മടങ്ങിപ്പോകുന്നത് എപ്പോഴാണ്? അവരുടെ ശുശ്രൂഷ നിവർത്തിച്ച ശേഷം. ഹല്ലേലൂയ. ഒരു ദേശത്ത് ദൈവം ഒരു ദൈവ പൈതലിനെ അയച്ചാൽ ആമേൻ അവരുടെ ശുശ്രൂഷ തികയുന്നത് വരെ ആമേൻ അവരെ കാവൽ ചെയ്യുമെന്നുള്ളത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അതുകൊണ്ട് അവിടെ വായിക്കുന്നു, ദൈവവചനം മേൽക്കുമേൽ പരന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവവചനം വ്യാപിക്കുമ്പോൾ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ജനഹൃദയങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അനേകര് കർത്താവിന് വേണ്ടി ഹല്ലേലൂയ ഇറങ്ങിത്തിരിപ്പാനിടയാവും. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ആകർഷിക്കപ്പെട്ടവരായി തീരുവാനിടയാവും. അതുകൊണ്ട് ആമേൻ ഈ നാളുകളിൽ പീഡകട മധ്യത്തിലോ പ്രതികൂലങ്ങളോ പ്രശ്നങ്ങളോ എന്ത് തന്നെ നമ്മുടെ ജീവിതത്തിൽ വന്നു എന്ന് പറഞ്ഞാലോ, എതിരികളും വൈരികളും ഉയർന്നു വന്നാലോ, ശോധനകളിൽ കൂടി കടന്നു പോകേണ്ടി വന്നാലും എന്നെയും നിങ്ങളെയും ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ നിന്നും വ്യതിചലിക്കാതെ കർത്താവിന് വേണ്ടി നിലകൊള്ളുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. 13:49 ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ കർത്താവിന്റെ വചനം ആ നാട്ടിലെങ്ങും വ്യാപിപ്പാനിടയായി. എത്ര പ്രശ്നങ്ങൾ വന്നാലും അതിന്റെ എല്ലാം നടുവില ഹല്ലേലൂയ സ്തോത്രം 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 ഈ ദൈവവചനം പരന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ 19-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ അതാണല്ലോ കുറിവാക്യം വായിച്ചത്. ഹല്ലേലൂയ. 19-ാം അധ്യായം വരുമ്പോൾ ഇപ്രകാരം വായിക്കുന്നു. 19-ാമത്തെ അധ്യായം 20-ാം വാക്യം. ഇങ്ങനെ കർത്താവിന്റെ വചനം ശക്തിയോടെ പരന്നു പ്രബലപ്പെട്ടു. എന്തുകൊണ്ടാണ് ഇന്ന് ഈ വചനം എടുക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞാൻ വേറെ പല വിഷയങ്ങളെ പറ്റി ചിന്തിച്ചതാണ്. എന്നാൽ പിന്നെയും ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് കർത്താവ് ഈ വചനം തന്നതുകൊണ്ടാണ് ഞാൻ ഇന്നത് പറയുന്നത്. പ്രിയമുള്ള ദൈവമക്കളെ, ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. നമുക്കറിയാമല്ലോ ഹല്ലേലൂയ സ്തോത്രം. പൗലോസൊക്കെ ആമേൻ ഈ കൊരിന്തിലൂടെ ഒക്കെ പൗലോസിന്റെ മിഷണറി യാത്രയുടെ സാഹചര്യങ്ങൾ നടക്കുന്ന സംഭവങ്ങളാണ് ഇവിടെ. ഹല്ലേലൂയ. ആമേൻ. എഫെസോസിലെ സഭ സ്ഥാപിതമായി. ആമേൻ. വചനം പ്രസംഗിച്ചതിന്റെ ഫലമായി ജനം വിടുവിക്കപ്പെട്ടു. ആമേൻ. 18-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അപ്പൊല്ലോസ് കൊരിന്തിൽ ചെല്ലുവാനിടയായി. ആമേൻ. 18:24 ഇപ്രകാരം പറയുന്നു, അവൻ തിരുവെഴുത്തുകളെ വായിച്ച് ആമേൻ അലക്സാന്ദ്രിയക്കാരനായ വൈഭവവും തിരുവഴുത്തുകളിൽ സാമർഥ്യമുള്ള അപ്പൊല്ലോസ് എന്ന് പേരുള്ള ഒരു യഹൂദൻ എഫെസോസിലെത്തി. അവൻ കർത്താവിന്റെ മാർഗത്തിൽ ഉപദേശം ലഭിച്ചവനായിരുന്നു. ഹല്ലേലൂയ. ആ ഭാഗമൊക്കെ നമുക്കറിയാം. യോഹന്നാൻ ഇങ്ങനെ എഫെസോസിൽ വരികയാണ്. സ്തോത്രം. അപ്പൊല്ലോസ്. അപ്പോൾ അവരെ അക്വിലാവും പ്രിസ്കില്ലയും അവരുടെ വീട്ടിൽ കൈക്കൊണ്ട് അവന് വീണ്ടും വചനമൊക്കെ പറഞ്ഞു കൊടുത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ആമേ. സഭ സ്ഥാപിതമായി കഴിഞ്ഞതിന് ശേഷമാണ് ആമേ സ്തോത്രം ഈ തിരുവഴുത്തുകളെ പറ്റി അറിവുള്ള ഈ അപ്പൊല്ലോസ് അവിടെ വരുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അവന് ലഭിച്ചതായ ഉപദേശം, അതായത് അപ്പൊല്ലോസിന് ലഭിച്ച ഉപദേശം അവൻ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനിടയായി. ഹല്ലേലൂയ. അവർക്ക് പകർന്നു കൊടുത്തപ്പോൾ ആമേ സ്തോത്രം ഇവന് തിരുവഴുത്തുകളെ പറ്റി അറിവുള്ളവനാണ്. ഇവനെ പഠിപ്പിച്ചെടുത്താൽ, ഇവനെ പ്രാക്ടീസ് ചെയ്തെടുത്താൽ ഇവന് പ്രയോജനമുള്ളവനായി തീരുമെന്ന് കണ്ടുകൊണ്ട് അക്വിലാവും പ്രിസ്കില്ലയും അവരെ ഭവനത്തിൽ ചേർത്തു. ആമേൻ. അധികം സ്പഷ്ടമായിട്ട് വചനം തെളിയിച്ചു കൊടുപ്പാനിടയായി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവം എനിക്കും നിങ്ങൾക്കും ഒരു കഴിവ് തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നമുക്ക് ഒരു കൃപാവരം തന്നിട്ടുണ്ടെങ്കിൽ, ഒരു പ്രസംഗ പാഠവം തന്നിട്ടുണ്ടെങ്കിൽ, ആമേൻ ദൈവമക്കളോട് സുവിശേഷം പറയുവാൻ, ആമേൻ ഹല്ലേലൂയ മറ്റുള്ളവരെ ദൈവസന്നിധിയിലേക്ക് ആകർഷിക്കുവാനുള്ള ഒരു കൃപ,
ഒരു കഴിവ് എനിക്കും നിങ്ങൾക്കും ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ആമേൻ സ്തോത്രം, നാം അത് മറ്റുള്ളവരിലേക്ക് നിശ്ചയമായിട്ടും പകർന്നു കൊടുക്കണം. ഇല്ലാത്ത പക്ഷം ആമേൻ സ്തോത്രം, ആ കൃപ നമ്മിൽ നിന്ന് അറ്റുപോകുവാനിടയാ, അത് നമ്മെ വിട്ടുപോകുവാനിടയായി തരിക. എന്നാൽ നാം അത് പകർന്നു കൊടുത്താൽ ഹല്ലേലൂയ, ദൈവം പിന്നെയും പിന്നെയും ദൈവത്തിന്റെ ശക്തിയാൽ ആമേൻ ദൈവത്തിന്റെ കൃപാവരങ്ങളാൽ നമ്മെ നിറയ്ക്കുവാനിടയായി തീരും. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം, അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മെ സഹായിപ്പാൻ ഈ അക്വിലാവിനെയും പ്രിസ്കില്ലയെയും ആമേൻ ഹല്ലേലൂയ സ്തോത്രം, ഇവിടെ നമ്മൾ വായിക്കുന്നത് പോലെ അപ്പൊല്ലോസിനെ സഹായിപ്പാൻ, അല്ലെങ്കിൽ അവനും അധികമായിട്ട് ദൈവവചനത്തെ പറ്റി പറഞ്ഞു കൊടുക്കുവാൻ ഈ കുടുംബത്തെ ദൈവം ഉപയോഗിച്ചതുപോലെ നമ്മെയും സഹായിപ്പാൻ ദൈവം പലയിടങ്ങളിലായി പലരെ ഒരുക്കുന്നത് തന്നെ ചെയ്യും. പ്രിയമുള്ള ദൈവമക്കളെ, അതുകൊണ്ട് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന താലന്ത് നാം വിശ്വസ്തയോടെ ആമേൻ അറിയിപ്പാനിടയായി തീരട്ടെ. ഹല്ലേലൂയ. ഈ അപ്പൊല്ലോസ് എന്താണ് ചെയ്തത്? യേശു തന്നെ ക്രിസ്തു എന്ന് തിരുവെഴുത്തുകളാൽ തെളിയിച്ചു കൊടുപ്പാനിടയായി തീർന്നു. ആമേൻ. അപ്പോസ്തലനെ പറ്റി പറയുമ്പോൾ 18:28 പറയുന്നു. അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം 28-ാം വാക്യം വരുമ്പോൾ യേശു തന്നെ ക്രിസ്തു എന്ന് അവൻ തിരുവെഴുത്തുകളാൽ തെളിയിച്ച് ബലത്തോടെ യഹൂദന്മാരെ പരസ്യമായി ഖണ്ഡിച്ചു കളഞ്ഞു. അപ്പോൾ യേശു ദൈവമല്ല, അല്ലെങ്കിൽ ആമേൻ യേശുവിനെ വിശ്വസിക്കാത്ത യഹൂദന്മാരുടെ ഇടയിൽ ചെന്ന് യേശുവിനെ പ്രസംഗിച്ച് ആമേൻ പരസ്യമായിട്ട് അവരെ ഖണ്ഡിച്ചു. അവരോട് ഖണ്ഡനമായി പറഞ്ഞത് എന്താണ്? യേശു തന്നെ കർത്താവ്, യേശു തന്നെ മശിഹ, യേശു തന്നെ ദൈവം എന്ന് പറയുവാനിടയായി തീർന്നു. ആമേൻ സ്തോത്രം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് എഫെസോസുകാർക്ക് പരിശുദ്ധാത്മദാനം പകർന്നു കൊടുക്കുകയാണ്. യോഹന്നാന്റെ സ്നാനം ഏറ്റവർ ഹല്ലേലൂയ, അവർ മാനസാന്തര സ്നാനമാണ് ഏറ്റിരുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ മാനസാന്തര സ്നാനം കഴിഞ്ഞിരുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമൊക്കെ കഴിപ്പിച്ച് അവർ അന്യഭാഷകളിൽ സംസാരിച്ച് അവർ പ്രവചിച്ചു. അവിടെ മാത്രം നമ്മൾ സഹോദരിമാരെ കാണുന്നില്ല, അവിടെ 12 സഹോദരന്മാരാണ് അഭിഷേകം പ്രാപിച്ചത്. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ സ്തോത്രം ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അവർക്ക് പിന്നെ പ്രതികൂലമാണ് ഉണ്ടാകുന്നത്. ഹല്ലേലൂയ സ്തോത്രം. 2 വർഷം അവിടെ അപ്പോസ്തലനായ പൗലോസ് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുകയും ആമേൻ പ്രതിവാദങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. ആമേൻ അത്ഭുതങ്ങൾ നടക്കണമെങ്കിൽ, അതിശയങ്ങൾ നടക്കണമെങ്കിൽ, ആമേൻ ഇവിടെ ജനം ഓടിക്കൂടിയതുപോലെ ജനം ഓടിക്കൂടണമെങ്കിൽ ഈ ദിവസങ്ങളിൽ ദൈവത്തിൽ നിന്ന് ജ്ഞാനവും അഭിഷേകവും ദൈവകൃപയും ദൈവജനങ്ങൾ ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. ആമേൻ ഹല്ലേലൂയ. തുറന്നോസിന്റെ പാഠശാലയെ 2 വർഷം പൗലോസ് പഠിപ്പിച്ചു. അവിടെ അസാധാരണ സംഗതികൾ നടന്നുവെന്ന് പറഞ്ഞു. ഈ 19-ാമത്തെ വാക്യത്തിലേക്കാണ് ഞാൻ വരുന്നത്. 19-20 വരികയാണ്. ആമേൻ സ്തോത്രം. അപ്പോൾ ഹല്ലേലൂയ ആമേൻ സ്തോത്രം, അവിടെ ജനമെല്ലാം ഓടിക്കൂടി അസാധാരണ സംഗതികളൊക്കെ നടക്കുന്നത് കണ്ടുകൊണ്ട് ആമേൻ സ്തോത്രം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികളെ ദൈവം ചെയ്യിപ്പിച്ചു. ആമേൻ സ്തോത്രം. അങ്ങനെ നടക്കുന്നത് കണ്ടുകൊണ്ട് ഹല്ലേലൂയ 19:12 നമ്മൾ വരുമ്പോൾ ആമേൻ സ്തോത്രം, അപ്പോൾ പൗലോസിന്റെ മെയ്മേൽ 11 വായിപ്പം, ദൈവം പൗലോസ് മുഖാന്തരം അസാധാരണമായ വീര്യപ്രവൃത്തികളെ ചെയ്യിക്കിയാൽ അവന്റെ മെയ്മേൽ നിന്ന് റൂമാലും ഉത്തരീയവും രോഗികളുടെ മേൽ കൊണ്ടുവന്നിടുകയും വ്യാധികൾ അവരെ വിട്ടുമാറുകയും ദുരാത്മാക്കൾ പുറപ്പെടുകയും ചെയ്തു. ഹല്ലേലൂയ. പൗലോസിന്റെ അസാധാരണമായ ശുശ്രൂഷകളാണ്. വിവരിപ്പാൻ എൻ്റെ മുമ്പിൽ സമയമില്ല, അതുകൊണ്ട് ഞാൻ വേഗം മുമ്പോട്ട് പോകട്ടെ. ഇത് കണ്ടിട്ട്, അസാധാരണമായ സംഗതികൾ നടക്കുന്നത് കണ്ടിട്ട് ആമേൻ ദേശാന്തരികളായി നടക്കുന്ന മന്ത്രവാദികളായ ചില യഹൂദന്മാർ പൗലോസ് പ്രസംഗിക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് ആണയിടുന്നു എന്ന് പറഞ്ഞ് യേശുവിന്റെ നാമം ചൊല്ലുവാൻ തുനിഞ്ഞു. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ആണയിടുന്നു എന്ന് പറഞ്ഞ് യേശുവിന്റെ നാമം ചൊല്ലുവാൻ തുനിഞ്ഞവർ ആരാണ്? ആമേൻ. ഇങ്ങനെ ചെയ്തവർ മഹാപുരോഹിതനായ സ്കേവ എന്ന ഒരു യഹൂദന്റെ 7 പുത്രന്മാരായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. ആമേൻ. അവർ യേശുവിന്റെ നാമത്തിൽ ആണയിടുകയാണ്. ദുരാത്മാ അവരോട് എന്താണ് പറയുന്നത്? യേശുവിനെ ഞാൻ അറിയുന്നു, പൗലോസിനെയും പരിചയമുണ്ട്, എന്നാൽ നിങ്ങൾ ആരെന്ന് ചോദിച്ചു. ആമേൻ സ്തോത്രം. ദുരാത്മാവ്
അവര് വഹിച്ചുകൊണ്ട് നടക്കുന്ന ദുരാത്മാവ് അവരോട് ചോദിക്കുകയാണ്, പൗലോസിനെ ഞങ്ങൾക്കറിയാം, യേശുവിനെ ഞങ്ങൾക്കറിയാം, എന്നാൽ നിങ്ങളാരാ? ഹല്ലേലൂയ, സ്തോത്രം ചോദിച്ചു. പിന്നെ ദുരാത്മാവുള്ള മനുഷ്യൻ അവരുടെ മേൽ ചാടി അവരെ കീഴടക്കി. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. അപ്പോൾ ദുരാത്മാവ് ബാധിച്ചവര് ദേശാന്തരികളായി നടക്കുന്ന ഈ മഹാപുരോഹിതനായ സ്കേവയുടെ 7 പുത്രന്മാരെ എന്ത് ചെയ്ത് അവരുടെ മേൽ ചാടി അവരെ കീഴടക്കി ജയിക്കാൻ അവരെ നഗ്നരും മുറിവേറ്റവരുമായി ആ വീട്ടിൽ നിന്ന് ഓടിപ്പോയി. ഹല്ലേലൂയ, ആമേൻ. ഇത് എഫെസോസിൽ പാർക്കുന്ന സകല യഹൂദന്മാരും യവനന്മാരും അറിഞ്ഞു. അവർക്കൊക്കെയും ഭയം തട്ടി. കർത്താവായ യേശുവിന്റെ നാമം മഹിമപ്പെട്ടു. ആമേൻ. നോക്കണേ, ഒരത്ഭുത പ്രവൃത്തി നടന്നപ്പോൾ ആമേൻ ദൈവത്തിന് വിരോധമായി നടക്കുന്ന ഹല്ലേലൂയ ദേശാന്തരികളായി നടക്കുന്നവര് ആമേൻ ഹല്ലേലൂയ ദൈവത്തിന് വിരോധമായി ആമേൻ അവരെഴുന്നേറ്റപ്പോൾ ഹല്ലേലൂയ അവിടെ എന്ത് ചെയ്തു? ആമേൻ അവർക്കൊക്കെയും ഭയം തട്ടി. കർത്താവായ യേശുവിന്റെ നാമം മഹിമയോടെ ആമേൻ മഹിമപ്പെട്ടു. വിശ്വസിച്ചവരിൽ അനേകരും വന്ന് തങ്ങളുടെ പ്രവൃത്തികളെ ഏറ്റുപറഞ്ഞ് ആമേൻ അറിയിച്ചു. ക്ഷുദ്രപ്രയോഗം ചെയ്തിരുന്ന പലരും തങ്ങളുടെ പുസ്തകങ്ങളെ കൊണ്ടുവന്ന് എല്ലാവരും കാണുക ചുറ്റുകളഞ്ഞു. അവയുടെ വില കണക്ക് കൂട്ടി 50,000 വെള്ളിക്കാശെന്ന് കണ്ടു. ഇങ്ങനെ കർത്താവിന്റെ വചനം ശക്തിയോടെ പ്രബലപ്പെടുവാനിടയായി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ഇടയിൽ ഒരു അത്ഭുതങ്ങളോ അടയാളങ്ങളോ വീര്യപ്രവൃത്തികളോ നമ്മൾ മറ്റുള്ളവർ അത്ഭുതങ്ങളോ അടയാളങ്ങളോ വീര്യപ്രവൃത്തികളോ നടക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം നമ്മളവരെ കുറ്റം പറയും. എന്നാൽ ഹല്ലേലൂയ അവർ വചനം വിട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. എന്നാൽ വചനത്തിന് അടിസ്ഥാനമായി ആമേൻ ദൈവകൃപയിൽ ശരണപ്പെട്ട് ഈ ദിവസങ്ങളിൽ ആമേൻ ദൈവകൃപയിൽ ശരണപ്പെട്ട് ദൈവപ്രവൃത്തികൾ ചെയ്യുവാൻ ആമേൻ ഹല്ലേലൂയ ഏൽപ്പിച്ചു കൊടുക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ സ്തോത്രം സ്തോത്രം സ്തോത്രം. അവിടെ വായിക്കപ്പെടുന്നത് എന്തെന്ന് ചോദിച്ചാൽ അവർ നീചന്മാരായിരുന്നു, യഹോവയെ ഭയപ്പെടാത്തവരായിരുന്നു. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഒത്തിരി ഒന്നും വിവരിച്ചു പറയാൻ സമയം എൻ്റെ മുമ്പിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ വേഗം പോകട്ടെ. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം അനേക പ്രിയപ്പെട്ടവർ പ്രതികൂലങ്ങളുടെ നടുവിൽ ഇവർ പ്രസംഗിക്കുന്ന യേശു സത്യവാൻ എന്നറിഞ്ഞ് ആമേൻ അവരുടെ ക്ഷുദ്രപ്രയോഗം ചെയ്തുകൊണ്ടിരുന്നവർ മന്ത്രവാദികൾ ഒക്കെ വന്ന് അവരുടെ പുസ്തകങ്ങളൊക്കെ കരിച്ചു കളഞ്ഞ് ചുട്ടുകളഞ്ഞ് ആമേൻ ദൈവം ഹല്ലേലൂയ യേശുവാണ് യഥാർത്ഥ ദൈവമെന്ന് പറഞ്ഞ് ആമേൻ ഹല്ലേലൂയ സ്തോത്രം കർത്താവിനെ വിശ്വസിപ്പാനിടയായി തീർന്നു. പ്രിയ ദൈവമക്കളെ, അതുകൊണ്ട് ഇങ്ങനെ കർത്താവിൻ്റെ വചനം ശക്തിയോടെ പരന്ന് പ്രബലപ്പെടുവാനിടെ ഈ ദിവസങ്ങളിൽ ആത്മശക്തി വേണ്ടി നമുക്ക് പ്രാപിക്കാം, പ്രാർത്ഥിക്കാം. അന്ത്യകാലത്ത് സകല ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് അരുളി ചെയ്ത് ദൈവത്തിന്റെ വചനത്തിന്റെ നിവൃത്തിയുടെ ആമേൻ അന്തിമ സമയത്താണ് ഞാനും നിങ്ങളും വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഓരോ ദിവസവും പ്രാർത്ഥിക്കാം. കർത്താവേ ആമേൻ സ്തോത്രം സ്തോത്രം. മന്ത്രവാദികളെ ആമേൻ വിടുവിക്കുന്ന ഒരു ദൈവ ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. മന്ത്രവാദികളെ വിടുവിക്കുന്ന ഒരു ദൈവ യേശുവിന്റെ നാമം ചൊല്ലിയപ്പോൾ ആമേൻ അവരുടെ അകത്തിരുന്ന പൈശാചിക ശക്തികൾക്ക് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. ആമേൻ ഹല്ലേലൂയ. നോക്കിയേ, മഹാപുരോഹിതന്റെ മക്കളാണ് അവര്, ദേശാന്തരികളായി നടക്കുന്നവരാണ്. പഴയ നിയമകാലത്തൊരു ഏലി പുരോഹിതന്റെ മക്കളുണ്ടായിരുന്നു. അവരെ പറ്റി പറയുന്നത് അവര് നീചന്മാരായിരുന്നു, അവര് ദൈവഭയമില്ലാത്തവരായിരുന്നു. എല്ലാ പുരോഹിതന്മാരുടെ ഒന്നും മക്കൾ അങ്ങനല്ല പ്രിയമുള്ളവരെ. അങ്ങനെയുള്ളവരുമുണ്ട്, ഈ കാലഘട്ടത്തിലുമുണ്ട്, അന്നുമുണ്ട്. ഹല്ലേലൂയ. ഏലി പുരോഹിതന്റെ മക്കൾ അങ്ങനെയായി തീർന്നത് കൊണ്ട് ആമേൻ അവരുടെ കുടുംബത്തിൽ വലിയൊരു ദുഃഖം വരുവാനിടയായി. ഏറിയ വർഷക്കാലം കർത്താവിന് വേണ്ടി നിലനിന്ന ദൈവഭൃത്യൻ പുറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞ് മരിച്ചു. ആമേൻ. ഒരു സഹോദരി പൂർണ്ണ ഗർഭിണിയായിരുന്നവള് ആമേൻ പ്രസവിച്ച് പ്രാണനെ വിടുവാനിടയായി. ആമേൻ. ഇവിടെ എന്താണ് വായിക്കുന്നതെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ സ്തോത്രം അവര് നഗ്നരായി മുറിവേറ്റവരായി ഒക്കെ പോകുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് മുഖപക്ഷമില്ല. അത് പുരോഹിതന്റെ മക്കളായാലും മഹാപുരോഹിതന്റെ മക്കളായാലും സാധാരണക്കാരായാലും ദൈവജനത്തിന് വിരോധമായി ദൈവനാമത്തിന് വിരോധമായി എഴുന്നേറ്റ ദൈവത്തിന്റെ കരം അവിടെ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ദൈവത്തിന്റെ നാമം എങ്ങും ദുഷിക്കപ്പെടുവാൻ എൻ്റെ ദൈവം അനുവദിക്കുകയില്ല. അതുകൊണ്ട് ആമേൻ ആത്മശക്തിയോടെ മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. നാം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് ചെയ്താൽ മതി പ്രിയമുള്ളവരെ. നമ്മെ ഏൽപ്പിക്കാത്തതൊന്നും നാം ചെയ്യണ്ട. ഹല്ലേലൂയ സ്തോത്രം. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥാനത്ത് ആമേൻ വിശ്വസ്തയോടെ
ഭക്തിയോടെ നിന്നാൽ ദൈവത്തിന് പൂർണ്ണ പ്രസാദം വരുമാറ് നാം ഹല്ലേലൂയ ദൈവഭക്തിയോടെ നാം നിന്നാൽ ആമേൻ പിശാചിനെ കൊണ്ട് തന്നെ പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിച്ച് കളെ. നോക്കണേ, ഇവരുടെ കൂട്ടത്തിലുള്ളവർ തന്നെയാണ് ആമേൻ ഈ സ്കേവ എന്ന പുരോഹിതന്റെ 7 മക്കളുടെ മേൽ ചാടി വീണ് അവരെ നഗ്നരായി മുറിവേറ്റവരായി ആമേൻ അവരോട് ചോദിച്ചത് ഹല്ലേലൂയ നിങ്ങൾ ആരാ? ആമേൻ സ്തോത്രം. അതുകൊണ്ട് ഒരിടത്തും പോയി അപമാനിക്കപ്പെടുവാൻ ദൈവമക്കൾക്കിടയാകരുത്. ആമേൻ പിശാചിനെ എല്ലാം അറിയാവുന്നവനാണ് അവന്. ഹല്ലേലൂയ ഹൃദയങ്ങളെ അറിയാം. ആമേൻ നമ്മുടെ പ്രവൃത്തികളെ ഒക്കെ തൂക്കി നോക്കുന്നവനാണ്. അതുകൊണ്ടാണ് ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം നിങ്ങൾ ആരാണെന്ന് ചോദിച്ചത്. പൗലോസിനെ അറിയാം, എനിക്ക് യേശുവിനെ അറിയാം, പക്ഷെ നിങ്ങൾ ആരാണ്? ഈ കാലഘട്ടത്തിൽ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദുരാത്മാക്കൾ ഇളകട്ടെ. ആമേൻ അവർ വിശ്വാസത്തിലേക്ക് വരട്ടെ. ആമേൻ ഹല്ലേലൂയ യേശുവിനെ ഞങ്ങൾക്കറിയാവുന്ന ദുരാത്മാക്കൾ പറഞ്ഞതുപോലെ ഈ ദിവസങ്ങളിൽ ജനം പറയട്ടെ. ആമേൻ മന്ത്രവാദികൾ അവരുടെ പുസ്തകങ്ങൾ കൊണ്ടുവന്ന് ഹല്ലേലൂയ അത് ചുട്ടുകളയട്ടെ, അല്ലെങ്കിൽ അവർ മാനസാന്തരപ്പെടട്ടെ. അതിനുവേണ്ടി നമുക്ക് ആകാംക്ഷയോടെ ഉത്തരവാദിത്വ ബോധത്തോടെ സമർപ്പണത്തോടെ പ്രാർത്ഥിക്കുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. ഒത്തിരി കാര്യങ്ങൾ ഇതിന്റെ പിന്നിലോട്ട് പറയുവാനുണ്ട്. എന്നാൽ ആമേൻ സ്തോത്ര സ്തോത്രം. ഞാൻ എൻ്റെ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. പഴയ നിയമത കാലത്ത് ആമേൻ പുരോഹിതന്മാരുടെ മക്കളെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു അഹരോൻ പുരോഹിതനെ ആമേൻ സംഖ്യാപുസ്തകത്തിലെ 2-3 അധ്യായങ്ങളിലുള്ളിൽ ആമേൻ അഹരോൻ പുരോഹിതന്റെ മകൻ എലയാസറിനെ അവന്റെ മകൻ ഫീനെഹാസ് 3 തലമുറ വരെയുള്ള ദൈവഭൃത്യന്മാര് പുരോഹിതന്മാര് കർത്താവിന് വേണ്ടി നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഹല്ലേലൂയ ആമേൻ. സംഖ്യാപുസ്തകം 25-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഹല്ലേലൂയ അഹരോൻ പുരോഹിതന്റെ മകൻ എലയാസറിന്റെ മകൻ ഫീനെഹാസ് സഭയുടെ മധ്യേ ബാധ നിർത്തലാക്കി. അവിടെ ഒരു വ്യഭിചാരം നടക്കുകയാണ്. ഹല്ലേലൂയ സഭയുടെ നടുവിലൂടെ ഒരുത്തൻ ഒരു ഭയവുമില്ലാതെ. ഇന്ന് ജനങ്ങൾ അങ്ങനാണല്ലോ. എന്തെല്ലാമാണ് TV-യിൽ കാണുന്നത്. പെൺപിള്ളേരൊക്കെ എത്രത്തോളം നികൃഷ്ടമായ രീതിയിലാണ് നടക്കുന്നത്. ഇന്നൊരു വീഡിയോ കണ്ട് ഹല്ലേലൂയ ഒത്തിരി സങ്കടപ്പെടുവാനിടയായി. അവരുടെ മാതാപിതാക്കൾ ഇല്ലയോ? ഹല്ലേലൂയ സ്തോത്രം. ലോകം അത്രത്തോളം അധപ്പതിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം പോലെ ആമേൻ സ്തോത്രം. പഴയ നിയമകാലത്തിലും പാപം അതികഠിനമായ സഭയുടെ മധ്യേ നടന്നപ്പോൾ ആമേൻ സ്തോത്രം ഫീനെഹാസ് എഴുന്നേറ്റ് ആമേൻ അവരെ കൊന്നുകളയുവാനിടെ ബാധ നിർത്തലായെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ ജനം ഹല്ലേലൂയ ദൈവദാസന്മാർക്കെതിരായിട്ട് ആമേൻ ശബ്ദമുയർത്തിയപ്പോൾ ബാധയുണ്ടായി. ജനം കരഞ്ഞപ്പോൾ ആമേൻ ഹല്ലേലൂയ മോശെ എലയാസ അഹരോനോട് പറഞ്ഞ നീ ധൂപവർഗത്തിൽ ധൂപമിട്ടുകൊണ്ട് ജനത്തിനിടയിൽ ചെന്ന് നിന്ന് ധൂപം കാട്ടുക, ബാധ നിൽക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ അഹരോൻ ബാധ നിർത്തലാക്കുവാൻ ജനത്തിൻ്റെ ഇടയിൽ പോയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ എലയാസർ ഒരു കാര്യം ചെയ്തു. ദൈവജനം ആമേൻ പിറുപിറുത്തപ്പോൾ അവരുടെ ഇടയിൽ ദൈവം അഗ്നിയെ അയച്ചപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു നീ ഫീനെഹാസിനോട് പറ, അല്ല എലയാസറിനോട് പറ ഹല്ലേലൂയ സ്തോത്രം, നീ എരുതിയുടെ ഇടയിലിറങ്ങി അവരുടെ ധൂപവർഗങ്ങളെ നീ പെറുക്കിക്കൊണ്ടുവരണം, അത് വിശുദ്ധമാകുന്നു. അങ്ങനെ അവരൊക്കെ ദൈവത്തിൻ്റെ മനുഷ്യരുടെയും ഹല്ലേലൂയ അല്ലെങ്കിൽ ജീവനുള്ളവരുടെയും മരിച്ചവരുടെ ഇടയിൽ നിന്നപ്പോൾ ബാധ നീങ്ങി. എരുതിയുടെ ഇടയിലിറങ്ങി ധൂപപീഠമൊക്കെ പെറുക്കി കലശമൊക്കെ പെറുക്കിക്കൊണ്ടുവരുവാനിടയായി. ആമേൻ ജനത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങി ആമേൻ ഹല്ലേലൂയ ശത്രുവിനെ സംഹരിച്ച് അല്ലെങ്കിൽ പാപം ചെയ്ത ദേഹി മരിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ നിയമം അന്ന് അവിടെ നടപ്പിലാക്കി. എന്നാൽ ഈ കാലഘട്ടത്തിൽ നമുക്കതിന് വ്യവസ്ഥയില്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ആമേൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് ആമേൻ ഹല്ലേലൂയ ദൈവത്തിന് മുഖപക്ഷമില്ല. പ്രിയമുള്ള ദൈവമക്കളെ ഹല്ലേലൂയ സ്തോത്രം. പീഡിതരെ സ്വതന്ത്രരാക്കുവാൻ, ബന്ധനസ്ഥരായിരിക്കുന്നവരെ വിടുവിക്കുവാൻ, കാരാഗ്രഹത്തിൽ കിടക്കുന്നവരോട് അല്ലെങ്കിൽ ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങിപ്പോകുവാൻ, ആ പുതിയ നിയമത്തിന്റെ സുവിശേഷം അറിയിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം ഒത്തിരി ഭാഗം ഞാൻ വിട്ടുകളഞ്ഞു. കർത്താവ് യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി വന്നെന്ന് വായിക്കുന്നു. ഈ അന്ത്യകാലത്ത് ആമേൻ കർത്താവ് ആത്മാവിന്റെ ശക്തി അവൻ ആവശ്യമായിരുന്നുവെങ്കിൽ എനിക്കും നിങ്ങൾക്കും എത്രത്തോളം വേണം പ്രിയമുള്ളവരെ. കാലം അതിൻ്റെ അന്തിമഘട്ടത്തിലായിരിക്കുകയാണ്. കർത്താവിൻ്റെ വരവിനോട് നാം ഏറ്റവും അടുത്തിരിക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ. റോമലേഖനം 8-ാം അധ്യായം 11-ാം വാക്യം പറയുന്നു, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളുടെ മധ്യ ശരീരത്തിൽ വ്യാപരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ യേശുവിനെ
ഉയർപ്പിച്ച ആ ശക്തി കൊണ്ട് നിങ്ങളുടെ മർത്തി ശരീരങ്ങളെ ജീവിപ്പിക്കും, അല്ലെങ്കിൽ ഉയർപ്പിക്കും. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടാതെ ആമേൻ ദൈവകൃപയിൽ ശരണപ്പെട്ട് മുന്നേറുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. ശാസ്ത്രങ്ങളൊക്കെ ഹല്ലേലൂയ വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. ഈ ദിവസങ്ങളിൽ ഞാനൊരു മെസ്സേജ് കേൾക്കുവാനിട, അതിനകത്തൊരു കർത്താവിൻ്റെ ദാസൻ പറഞ്ഞു, ആമേൻ ഹല്ലേലൂയ, ശാസ്ത്രം അങ്ങേയറ്റം വളർന്നു. ആമേൻ ഹാർട്ടും കിഡ്നിയൊക്കെ മാറ്റിവെക്കുക മാത്രമല്ല, ഇപ്പോൾ തല വെട്ടി മാറ്റി വേറൊരു വ്യക്തിയിൽ വെച്ച് പിടിപ്പിക്കുവാനുള്ള സംരംഭങ്ങൾ ആമേൻ അവർ അത് നടത്തിക്കൊണ്ട് പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എലികളിൽ വെച്ച് അവർ വിജയിച്ചു എന്ന് പറയുന്നു. അത് മനുഷ്യരിലേക്ക് കൊണ്ടുവരുവാൻ അവർ ആമേൻ കാത്തിരിക്കുകയാണ്. കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്ന ആർട്ടിഫിഷ്യലായിട്ട് ആമേൻ. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ലോകത്തിൽ നടക്കുന്നത്. ഇന്നിപ്പോൾ ഞാനൊരു വാർത്ത കണ്ടു, ഹല്ലേലൂയ സ്തോത്രം. അതിപ്രകാരമാണ്, അതിനകത്ത് ഹെവൻലി TV ആണ്, അതിലൂടാണ് ഞാനത് കേൾക്കുവാനിടയായത്. ആമേൻ ഒരു ഇസ്രായേലിൻ്റെ എഞ്ചിനീയറും ഒരു ഗ്യാസ്ട്രോ എൻട്രോളജിസ്റ്റ്, ഇവർ രണ്ടുപേരും ഇസ്രായേലിലുള്ള രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ആന്തരിക അവയവങ്ങളുടെ കേടുപാട് കണ്ടുപിടിക്കുവാനായിട്ട് ഒരു ക്യാമറ ഘടിപ്പിച്ച ഒരു ക്യാപ്സൂൾ ഉണ്ടാക്കിയിട്ട് ആമേൻ സ്തോത്രം, അത് മനുഷ്യനെ കൊണ്ട് വിഴുങ്ങുമ്പോൾ അത് പോകുന്ന വഴിയിലുള്ള എല്ലാ ഫിലിം അല്ലെങ്കിൽ ഫോട്ടോകൾ എടുത്ത് വെളിയിൽ സജ്ജമാക്കിയിരിക്കുന്ന കമ്പ്യൂട്ടറിലേക്ക് അയച്ചു കൊടുക്കും. അങ്ങനെ രോഗനിർണയം നടത്തുവാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങൾ വന്നിരിക്കുന്നത്. കർത്താവിൻ്റെ വരവിനോട് നാം ഏറ്റവും അടുത്തിരിക്കാൻ ഈ സമയങ്ങളിൽ ഉണർവുള്ളവരായി പ്രത്യാശയുള്ളവരായി നമ്മളാൽ എത്രത്തോളം കർത്താവിൻ്റെ വചനം വ്യാപിപ്പാൻ കഴിയും, എത്ര പേരോട് കർത്താവിൻ്റെ സുവിശേഷം പറയുവാൻ കഴിയും, എത്ര പേരെ കർത്താവിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും. ഒന്നും കഴിഞ്ഞില്ല എങ്കിൽ ദൈവസനെ മുട്ടുമടക്കി പ്രാർത്ഥിച്ച് ആത്മാഭിഷേകം പ്രാപിച്ച് ദൈവജനത്തിൻ്റെ ഇടയിലേക്ക് ഇറങ്ങുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം ശക്തിയോടെ എവിടെയെല്ലാം പ്രബലപ്പെട്ടിട്ടുണ്ടോ അവിടെയെല്ലാം പീഡനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് നമ്മൾ വരുമ്പോൾ ആദ്യകാലത്ത് ആമേൻ ഹല്ലേലൂയ ദൈവത്തിൻ്റെ വചനം പരന്നപ്പോൾ അവർക്ക് പീഡകൾ ഉയരുവാനിടയായി, പ്രശ്നങ്ങൾ ഉണ്ടാകുവാനിടയായി. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, പ്രതികൂലങ്ങളും കഷ്ടതകളും ഒക്കെ അവർക്ക് അനവധിയായി വന്നപ്പോഴാണ് ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഇങ്ങനെ നാം അനേക കഷ്ടങ്ങളിലൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ കാലത്തിൽ കഷ്ടങ്ങൾ സാരമില്ല എന്ന് എണ്ണിക്കൊണ്ട് ആമേൻ ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ വരവിനെ നോക്കി പാർത്തുകൊണ്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ആമേൻ നമ്മുടെ ജീവിതകാലം ഭയത്തോടെ കഴിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഒരു കാലത്ത് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മളിൽ നിന്ന് അറ്റുപോകാതെ ആമേൻ ദൈവകൃപയെ ശരണപ്പെട്ട് മുന്നേറുവാൻ ദൈവാത്മാവ് എന്നെ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അവസരം തന്ന കർത്താവിൻ്റെ ദാസിക്ക് റോസലിൻ സിസ്റ്ററിന് നന്ദി അറിയിക്കുന്നു. കേൾവിക്കാരായിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള നന്ദിയെയും വന്ദനത്തെയും അറിയിക്കുന്നു. കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമായി നല്ല വൈകവേളയ്ക്കായി സ്തോത്രം. ഞങ്ങളെ കേൾപ്പിച്ച നല്ല തിരുവഴുത്തുകൾക്കായി സ്തോത്രം. ആദ്യ നൂറ്റാണ്ടിൽ അങ്ങയുടെ ഭക്തന്മാർ ഹല്ലേലൂയ ആമേൻ തിരുവചനത്തിൻ്റെ ഘോഷണത്തിനായിട്ട് അവർ പുറപ്പെട്ടപ്പോൾ പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ, സങ്കടങ്ങൾ, ഉപദ്രവങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ഭാരങ്ങൾ, നിന്ദകൾ ആമേൻ ഹല്ലേലൂയ കപ്പൽ ഛേദം, അടികളൊക്കെ അവരുടെ ജീവിതത്തിൽ സംഭവിക്കാനിടയായി. എന്നാൽ അതിൻ്റെ എല്ലാം നടുവിലെ ദൈവം അവരെ ജയത്തോടെ കൃപയോടെ നിർത്തിയല്ലോ കർത്താവ്. ഈ അന്ത്യകാലത്ത് വന്ന്